Watch full episodes on Jio Hotstar. അല്ല പങ്കജ്, നീ ഇവിടെ തന്നെ ആയിരുന്നോ? മാമാജി, ബബൂൺദ കാരണമാണ് ഞാനിപ്പോ ഇവിടെ ഉള്ളത്. അല്ലെങ്കിൽ ഹോസ്പിറ്റലായിരുന്നേനെ. അങ്ങനെയാണോ? സൂപ്പർ മാർക്കറ്റിൽ നിന്ന് പുറത്തു വന്നതും ബബൂൺദ എന്നോട് പറഞ്ഞത് എന്താണെന്ന് അറിയാമോ? ഒരു കാര്യം ചെയ്യൂ, നിങ്ങളിന്ന് ടാക്സിയിൽ വേണം പോകാനെന്ന്. ആദ്യം പുള്ളി പറഞ്ഞപ്പോ ഞാനാകെ ഒന്ന് അമ്പരന്നു. എന്തിനാ ടാക്സി? എന്റെ കയ്യിൽ സ്വന്തം വണ്ടിയുണ്ടല്ലോ. ഒരു മരം വീണ് എന്റെ വണ്ടി ക്രാഷ് ആയപ്പോഴാണ് അദ്ദേഹത്തിന്റെ ശക്തിയെ കുറിച്ച് എനിക്ക് ശരിക്കും മനസ്സിലായത്. നമ്മുടെ ഭാവി കൃത്യമായി പറയും. അങ്കിൾ, തീർച്ചയായിട്ടും അങ്കിളിന് നല്ല ഭാഗ്യമുണ്ട് ട്ടാ. അങ്കിൾ, ഈ മരം ഇങ്ങനെയാണോ വീണത്? എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ബബൂൺദ കാരണം മാത്രമാണ് ഞാനിന്ന് ജീവിച്ചിരിക്കുന്നത്. അത് മാത്രം അറിയാം. നമസ്കാരം ബബൂൺദ. നമസ്കാരം. 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 സുഖമല്ലേ? ഇതാണ് എന്റെ പേരക്കുട്ടി ശിവ. പിന്നെ ഇവർ അവന്റെ കൂട്ടുകാരൻ. ഓ, അപ്പൊ നീയാണല്ലേ ശിവ, വേദ സിറ്റിയുടെ സൂപ്പർ ഹീറോ. ആ, വേദ നഗരത്തിനെ ഇങ്ങനെ തന്നെ രക്ഷിച്ചോണ്ടിരിക്കണം കേട്ടോ. എനിക്ക് ഭാവിയിലെ കാര്യങ്ങൾ അറിയാനുള്ള പവർ വേദ സിറ്റിയുടെ വെൽഫെയറിന് വേണ്ടി ഞാൻ യൂസ് ചെയ്യും. നിങ്ങൾക്ക് സ്വന്തം ഭാവിനെ കുറിച്ച് അറിയില്ല, എന്നിട്ടല്ലേ മറ്റുള്ളവരുടെ ഭാവിയെ കുറിച്ച് ആലോചിക്കാൻ. നിങ്ങൾ എന്താണ് ഈ പറഞ്ഞു വരുന്നത്? അതായത് അടുത്ത 10 മിനിറ്റിനുള്ളില് നിങ്ങളെ ഒരു അപകടം വലവിരിക്കാൻ പോവുകയാണ്. ഈ കാര്യം നിങ്ങൾക്ക് അറിയാമോ? എനിക്ക് അപകടമോ? ഇത് ഒരിക്കലും നടക്കില്ല. അപകടമോ? ഓടിക്കോ, ഇവിടുന്ന് രക്ഷപ്പെട്ടോ. തലയ്ക്ക് മുകളിൽ അപകടം പതിയിരിപ്പുണ്ട്. നിങ്ങൾ കൂട്ടുകാരെല്ലാം സൂക്ഷിക്കുക. ഇതെന്താ ഈ അങ്കിൾ ഇങ്ങനെ പറഞ്ഞ്? എല്ലാ കൂട്ടുകാരെ സൂക്ഷിക്കണമെന്ന്? ഓഫോ യുഡി, നിന്റെ ഒരു കാര്യം, ഇങ്ങനത്തെ കാര്യങ്ങളിലൊന്നും വിശ്വാസം പാടില്ല കേട്ടോ. ഞാൻ പറഞ്ഞതല്ലേ നിങ്ങളെല്ലാവരും സൂക്ഷിക്കണമെന്ന്. ഞാൻ അഭിമാനം കൊള്ളുന്നു. എന്റെ ഫ്യൂച്ചർ നോക്കാനുള്ള പവർ ഇപ്പോൾ നിങ്ങളെയും നിങ്ങളുടെ കൂട്ടുകാരെയും രക്ഷിച്ചിരിക്കുകയല്ലേ. താങ്ക്സ് അങ്കിൾ. അതിശയമുണ്ടല്ലോ, ഫ്യൂച്ചറിലുള്ള കാര്യം ഒരാൾക്ക് എങ്ങനെയാണ് മനസ്സിലാക്കാൻ പറ്റുക? കണ്ണിന് മുമ്പിലല്ലേ ഇപ്പൊ പ്രൂഫ് കണ്ടത്. ഹലോ, മോളിന്റെ അടുത്തുള്ള ആ ബിൽഡിംഗ് ഇല്ലേ, 10 മിനിറ്റിനകം തകർന്ന് വീഴും കേട്ടോ. എന്താ ഇയാൾക്ക് ഈ കാര്യം എങ്ങനെ മനസ്സിലാവുന്നത്? ഈ ബിൽഡിംഗിൽ താമസിക്കുന്നവരെല്ലാം ഓടിക്കോ, ഈ ബിൽഡിംഗ് താഴെ വീഴാൻ പോവുകയാണ്. ബിൽഡിംഗ് വീഴാൻ പോകുന്നേ. ഓടിക്കോ, ഓടിക്കോ, എല്ലാവരും പുറത്തേക്ക് ഓടിക്കോ, 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 എല്ലാവരും ഓടിക്കോ. സാറേ, ബോംബ് വെച്ച് സൂപ്പർ സ്റ്റൈലിലാണല്ലോ ബിൽഡിംഗ് തകർത്തത്. പക്ഷെ എല്ലാവരും വിചാരിക്കുന്നത് സാറ് കാരണമാണ് എല്ലാവരും രക്ഷപ്പെട്ടെന്നാണ്. ഇതുപോലെ എല്ലാ ബോംബുകളും വേദ സിറ്റിയുടെ താഴെ വെക്കണം. അപ്പൊ എല്ലാവരും വിചാരിക്കും എർത്ത് വന്നതാണെന്ന്. ഞാനങ്ങനെ ഭൂമിനടിയിൽ കുഴിച്ചിട്ട് സാധനങ്ങളെല്ലാം എടുത്ത് ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരനാകും. വേദാനഗരത്തിലുള്ള എല്ലാ ജനങ്ങളോടും എനിക്കൊരു കാര്യം പറയാനുണ്ട്. നിങ്ങൾ എത്രയും പെട്ടെന്ന് ഈ വേദാനഗരം ഒഴിഞ്ഞു പോകണം. കാരണം ഇവിടെ സേഫ് അല്ല. ഒരു വലിയ ഭൂകമ്പമാണ് ഇവിടെ വരാൻ പോകുന്നത്. അപ്പോൾ എല്ലാം തകർന്ന് തരിപ്പണമാകും. ഈ ന്യൂസ് നിങ്ങൾക്ക് എത്തിക്കേണ്ടത് എന്റെ കടമയാണ്. ഇനി എല്ലാം നിങ്ങളുടെ ഇഷ്ടം പോലെ. ഓടിക്കോ, ഓടിക്കോ, എല്ലാവരും ഓടിക്കോ, രക്ഷപ്പെട്ടു, ഓടിക്കോ, ഓടിക്കോ, അയ്യോ, ഓടിക്കോ, രക്ഷപ്പെട്ടു, അയ്യോ, അയ്യോ, ഞങ്ങളെ രക്ഷിക്കണമേ. പെട്രോളോജിക് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും എർത്ത് വെക്കിങ്ങിന്റെ ഒരു സൂചന പോലും വന്നിട്ടില്ലല്ലോ. പിന്നെ ഇതൊക്കെ എങ്ങനെയാ? ബബ്ബു അങ്കിളിനെ ഒന്ന് വിളിച്ചു നോക്കാം. കൂട്ടുകാരെ, നമുക്ക് ഇപ്പൊ തന്നെ ബബ്ബു അങ്കിളുടെ വീട്ടിലേക്ക് പോകണം. അവിടെ ചെന്നാൽ മാത്രമേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ ഇത് ശരിക്കുള്ള ഭൂകമ്പമാണോ മനഃപൂർവ്വം ആരെങ്കിലും ചെയ്യുന്നതാണോ എന്ന്. Let's go, രവ.
വേഗം ചെയ്യ്. നമുക്ക് താഴെ ചെന്ന് നോക്കേണ്ടതുണ്ട്. ഇവിടെ എന്തോ മൈനിങ് ഉള്ളത് പോലെ തോന്നുന്നു. അല്ല, താഴെ പോണ്ടത് അത്യാവശ്യമാണോ? ആ, പോയേ പറ്റൂ. ശരിക്കും ഈ ബബു ആരാണെന്നുള്ളത് നമ്മൾ തീർച്ചയായിട്ടും കണ്ടുപിടിക്കണം. നമ്മൾ താഴെ എത്തിയതും വേഗം ചാടി ഒളിക്കണം, കേട്ടല്ലോ? പെട്ടെന്നാവട്ടെ, വേഗം ചെയ്യ്. സൈറൻ ഡിവൈറ്റ്. ഇപ്പോഴാണ് മനസ്സിലായത് വേദാനഗരത്തിലുള്ളവരോട് എന്തുകൊണ്ടാണ് ബബൂൺ അങ്കിൾ പോവാൻ പറഞ്ഞതെന്ന്. ബോയ്സ്, കൺഗ്രാറ്റുലേഷൻസ്. നമ്മളിപ്പോ വേദാനഗരം മൊത്തം കാലിയാക്കി കഴിഞ്ഞു. നമ്മൾ പ്ലാൻ ചെയ്ത പോലെ എല്ലാ ആക്സിഡന്റും അവരെ വിശ്വസിപ്പിച്ചിരിക്കുകയാണ്. ഈ ബബൂണിന് ഫ്യൂച്ചർ കാര്യങ്ങൾ പറയാൻ പറ്റുമെന്ന്. ഈ ജനങ്ങളൊക്കെ വിഡ്ഢികളാ, പേടിച്ച് ഈ നഗരം വിട്ട് ഓടിക്കളഞ്ഞു. ദേവാ, നമ്മൾ ഈ വീഡിയോ എടുത്ത് ഉടനെ വൈറലാക്കിയേ പറ്റൂ. നീ പറഞ്ഞ ശരിയാ ശിവ. എല്ലാവർക്കും ഇയാളുടെ സത്യം മനസ്സിലാവട്ടെ. ഈ ഐസറൻ ഡിവൈസിന്റെ വില എത്രയാണെന്നറിയോ? ഒരു ക്യാരറ്റിന് 2 മില്യൺ രൂപയാണ് വില. ഈ വേദനഗരത്തിലുള്ളവർക്ക് ഒരു ചുക്കും അറിയില്ല. അവരുടെ നഗരത്തിന് താഴെയാണ് ഇതൊക്കെ ഒളിച്ചിരിക്കുന്നത്. ബോസ് പറഞ്ഞതുപോലെ എല്ലാം റെഡിയാക്കി കഴിഞ്ഞു ബോസേ. ഇനി ബോസ് സ്റ്റാർട്ട് ബട്ടൺ മാത്രം നെക്കിയാ മതി. റെഡി. ഇനിയും 5 മിനിറ്റിനുള്ളിൽ ഒരു വലിയ ഡൈനമൈറ്റിന്റെ പൊട്ടിത്തെറി തന്നെ സംഭവിക്കാൻ പോവുകയാണ്. അത് കണ്ടു കഴിഞ്ഞാൽ ജനങ്ങൾ വിചാരിക്കും എർത്തുക്വേക്ക് വന്നതാണെന്ന്. അപ്പൊ ബാക്കിയുള്ളവരും ഇവിടുന്ന് പൊയ്ക്കോളും. പെട്ടെന്ന് അവിടെ ആരാന്ന് പോയി നോക്ക്. വലിയ ധൈര്യശാലിയാണെങ്കിൽ എന്റെ മുമ്പിൽ വന്ന് നിൽക്ക്. ശിവ, ദ ഷീൽഡ് ഓഫ് വേദ സിറ്റി. ഇവിടെ കുട്ടികൾക്ക് കളിക്കാൻ വേറെ ഒന്നും തന്നെ ഇല്ല. അല്ല, നീ ഇവിടെ ഞങ്ങളെ തടയാൻ വന്നിരിക്കുകയാണോ? കുട്ടി, മര്യാദയ്ക്ക് ഇവിടുന്ന് പോയിക്കോണം. കുട്ടിയെന്ന് വിളിക്കരുത് അങ്കിൾ. ശിവ, ശിവ എന്നാണ് എന്റെ പേര്. നിങ്ങൾ നിങ്ങളുടെ പ്ലാനിൽ ഒരിക്കലും വിജയിക്കില്ല. അവനെ പിടിക്ക്. നല്ല അടിപൊളിയായിട്ടുണ്ട്. നിക്ക്. നിക്കാനാ പറയുന്നത്. അയ്യോ, ഓടിക്കോ, പെട്ടെന്ന് ഓടിക്കോ. അവനെ വിടരുത്. വേഗം ഓടിക്ക്. വേഗം ഓടിക്കാനല്ലേ പറയുന്നത്. ഈ പിള്ളേരെ ഒരു കാരണവശാലും വെറുതെ വിടാൻ പാടില്ല. സ്പീഡായിട്ട് ഓടിക്ക്. എന്റെ രഹസ്യം മുഴുവൻ പുറത്താക്കാൻ നോക്കുകയായിരുന്നു ഇവര്. നിങ്ങൾ ആരും ഈ മൈനിൽ നിന്നും രക്ഷപ്പെടാൻ പോകുന്നില്ല. ശിവ, ഈ ട്രക്കിന് ഇനി അങ്ങോട്ട് പോകാൻ വഴിയില്ല.
ഞാനിപ്പോൾ എവിടെയാണ്? വരൂ, നിന്റെ ഫ്യൂച്ചർ എന്താന്ന് ഞാൻ നിനക്ക് പറഞ്ഞു തരാന്നേ. ഇനി കുറച്ചു നേരത്തിൽ നീ ജയിലിലേക്ക് പോകും. ഐ ക്യാൻ സീ യുവർ ഫ്യൂച്ചർ. Watch India's largest kids library only on Jio Hotstar. Download the app now.